ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ മലയാളത്തിലെ ലെജൻഡായ ശ്രീനിവാസൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായ ധ്യാൻ ശ്രീനിവാസൻ്റെ ജന്മദിനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അത് ഒരു ദുഃഖകരമായിട്ടൊരു വാർത്ത തന്നെയായിരുന്നു. ഏകദേശം ഒരു 200ഓളം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 50ഓളം സിനിമയിൽ അദ്ദേഹം റൈറ്ററായിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇപ്പോഴത്തെ ആരും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറച്ച് സിനിമയിലായിരുന്നു അദ്ദേഹം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബബ്ബ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീനിവാസൻ എന്ന നടൻ്റെ കോമഡി കൊണ്ട് നമ്മൾ ചിരിച്ചും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലെ മികവ് കൊണ്ട് നമ്മൾ ഇന്നും മലയാളികൾ അതിശയപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സംസാരിച്ച പൊളിറ്റിക്സും പിന്നെ മനുഷ്യരുടെ ഓരോരോ കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദാസനും വിജയനും ബാലനും ആയാലും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒപ്പമുള്ള സീൻസൊക്കെ അദ്ദേഹം ഭയങ്കര മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ലെജൻഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്നും എല്ലാ മലയാളികളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ അടികപ്പിയ ഒരു കൂട്ടമണി സെക്കൻഡിൻ്റെ ഒരു അപ്ഡേറ്റാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റർ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാസം റിലീസ് ചെയ്യാൻ ചിത്രമാണല്ലോ നമ്മുടെ മോഹൻലാലിൻ്റെ വൃഷഭ. സിനിമയുടെ ഒരു ലവ് സോങ് റിലീസ് ചെയ്യുന്നുണ്ട്, സോന സോന. അപ്പോൾ എന്തായാലും ആ സോങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാണ് സോങ് റിലീസ് ചെയ്യുന്നത്, ടൈം വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയുള്ള OTT വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.